അസുരപ്രണയം. രചന രുദ്രാംശി പാർവതി. അവതരണം അഷിക. എന്റെ ഏട്ടന്റെ ഭാഗ്യമാണ് എന്റെ രച്ച്. വേദനിപ്പിച്ചിട്ട് ഇത്രയും പ്രണയിക്കാൻ, അനുസരിക്കാൻ, പ്രതീക്ഷയില്ലാതെ കാത്തിരിക്കാൻ ഇവൾക്കേ കഴിയും. ഹരി ഓർത്തുകൊണ്ട് വേദയുടെ കൈപിടിച്ചെഴുന്നേറ്റു. വേദയും എഴുന്നേറ്റതും ഹരി അവളെയും പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ഹരിയും വേദയും ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോൾ അർജുന്റെ നെഞ്ചോട് ചേർന്ന് അവനോട് എന്തൊക്കെയോ പറയുന്ന മിഴിയെയാണ് കണ്ടത്. മുഖത്ത് ഗൗരവമാണെങ്കിൽ അതിലും അവളോടുള്ള വാത്സല്യമുണ്ടായിരുന്നു അർജുനൻ. യാദവ് അവരെ നോക്കി ഒരു സൈഡിലായി മാറി നിന്നു. ഡി, കത്തിവെച്ച് കൊല്ലോ നീ എന്റെ ഏട്ടനെ, ഹരി മിഴിയെ ചൊറിയാനായി പറഞ്ഞു. എന്റെയും കൂടി ഏട്ടനാ, മിഴി അവനോട് കെറുവോടെ പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ചു. ഓ ആയിക്കോട്ടെ, ഹരി തിരികെ പറഞ്ഞുകൊണ്ട് അവന് പിന്നിലായി നിൽക്കുന്ന വേദയെ അടുത്തു പിടിച്ച് തോളിൽ കൈയിട്ട് നിന്നു. ഒരു നിമിഷം മുഖമുയർത്താതെ നിൽക്കുന്ന വേദയിൽ അർജുന്റെ കണ്ണുകൾ ചെന്നു. അടുത്ത നിമിഷം ഹരിയുടെയും മിഴിയുടെയും വാക്ക് കേട്ട് അവൻ അവളിൽ നിന്നും കണ്ണുമാറ്റി. കുഞ്ഞാ മതി, വീണ്ടും മിഴിയെ ദേഷ്യം പിടിപ്പിക്കുന്ന ഹരിയോട് അർജുൻ തന്നെ പറഞ്ഞു. അതോടെ മിഴി അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. കൂടി, അവൻ പതിയെ ചുണ്ടനയ്ക്ക് പറഞ്ഞു. മിഴി മുഖം കോട്ടിക്കൊണ്ട് അർജുന്റെ നെഞ്ചിൽ ചാരി നിന്നു. ഒരുപാട് മിസ് ചെയ്തു കേട്ടോ, മിഴി പറഞ്ഞതും അർജുൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. വീണ്ടും എല്ലാവരും ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അതിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയിൽ വന്നു. ഗായത്രിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോ മാത്രം അർജുനും ഹരി മിഴിയെ ഒന്ന് നോക്കി. അതോടെ മിഴി വിതുമ്പിക്കൊണ്ട് അവരെ നോക്കി സോറി പറഞ്ഞു. ഈ സമയങ്ങളിലെല്ലാം അവനിലേക്ക് പാറി വീഴുന്ന വേദയുടെ കണ്ണുകൾ എല്ലാവരും ശ്രദ്ധിച്ചു. പക്ഷെ വേദ അതാരും കണ്ടില്ലെന്ന പോലെ ഇടയ്ക്കിടെ അർജുനെ നോക്കിയിരുന്നു. അല്ല, പോലീസ് ഏമാൻ ഓഫീസിലേക്കില്ലയോ, ഹരി യാദവിനോട് ചോദിച്ചത്. അവൻ ഹരിയെ നോക്കി കണ്ണുരുട്ടി. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തു, പിന്നെ ഇവനേക്കാൾ വലുതല്ല എനിക്കൊന്നും, യാദവ് പറഞ്ഞുകൊണ്ട് അർജുനെ നോക്കി. പോലീസോ, മിഴിയും വേദയും ഒരുപോലെ ചോദിച്ചുപോയി. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ അതറിയില്ലേ? ഈ ഇരിക്കുന്ന യാദവ് മഹേഷ് സാധാരണ പുള്ളിയൊന്നും അല്ല, IPS ആണ്, ഹരി പറഞ്ഞത്. വേദയും മിഴിയും യാദവിനെ കണ്ണു വീഴ്ച നോക്കി. യാദവ് അവരുടെ ആ ഇരിപ്പ് കണ്ട് ചിരി പൊട്ടിയെങ്കിലും അവൻ അവരെ നോക്കി എന്തെന്ന പോലെ പുരികമുയർത്തി. രണ്ടുപേരും ഒരുപോലെ ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചിക്കൊണ്ട് അവനിൽ നിന്നും നോട്ടം മാറ്റി. അപ്പൊ ഈ പോലീസ് ഏട്ടനും തമ്മിൽ എങ്ങനെയാ പരിചയം, മിഴി ഹരിയോട് ചോദിച്ചു. ഏട്ടനും യാദവേട്ടനും തമ്മിലുള്ള പരിചയത്തേക്കാൾ കൂടുതൽ ചന്ദ്രച്ചനും മഹേഷ് റംഗിളും തമ്മിലുള്ള അടുപ്പമാണ് കൂടുതൽ. ചന്ദ്രച്ചന്റെ കോളേജ് ഫ്രണ്ടും ബിസിനസ് പാർട്ട്ണറുമാണ് മഹേഷ് റംഗിൾ, അവർ വഴി ഇവരും. പക്ഷെ ചന്ദ്രച്ചൻ പോയതിനു ശേഷം ഇത്ര വർഷം കഴിഞ്ഞ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കൂടിയതല്ലാതെ കുറഞ്ഞില്ല. ഒരു സൈഡിൽ കൂടി പറഞ്ഞ ഈ IPS ചേട്ടന്റെ ലവ് ആണ് എന്റെ ഏട്ടൻ, ഹരി ആദ്യം കാര്യമായും പിന്നീട് കളിയായും പറഞ്ഞത്. വേദനെട്ടലോട് യാദവിനെ നോക്കി. ചാളിവാരി അറിയല്ലേ, ഞാൻ പിടിച്ച് മുക്കുന്നിന്നെ, യാദവ് ഹരിയുടെ തോളിൽ പിടിച്ചൊന്നമർത്തി. അർജുൻ അവരുടെ എല്ലാം സംസാരം ശ്രദ്ധിച്ചിരുന്നു എന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. പക്ഷെ അവന്റെ കണ്ണു വേദയുടെ മുഖത്ത് വിരിയുന്ന എല്ലാ ഭാവങ്ങളും ഒപ്പിയെടുത്തു. നിനക്ക് ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ ഉണ്ട് കുഞ്ഞാ, മിഴിയെ കൂട്ടി ചെല്ല്, യാദവിനെ നോക്കി ഇളിച്ചു കാണിക്കുന്ന ഹരിയോടായി അർജുൻ പറഞ്ഞു. ഹരി മിഴിയെ നോക്കി എഴുന്നേറ്റ് അവളെയും കൂടെ കൂട്ടി. വാലച്ചു, ഹരി അർജുൻ വേദയെ തനിച്ചു കിട്ടാനാണ് ഇപ്പൊ അവരോട് പോകാൻ പറഞ്ഞതെന്നറിഞ്ഞിട്ടും കുറുമ്പോടെ അവളെ വിളിച്ചു. വേദ അവനെ ദയനീയമായി ഒന്ന് നോക്കി. ശ്രീ പ്ലീസ്, വേദ ഹരിക്ക് കേൾക്കാനായി പറഞ്ഞു. ഓ എന്തിന്, ഏട്ടന് എന്നെ വേണ്ടല്ലോ, അതുകൊണ്ട് നീ എനിക്കൊപ്പം വന്നാ മതി. ഹരി അവളെ പുച്ഛിച്ചുകൊണ്ട് വേദയുടെ കയ്യിൽ പിടിച്ച് ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നു. അവർക്കൊപ്പം മിഴിയും. വേദ, അകത്തുനിന്നും അർജുന്റെ ശബ്ദം കേട്ടതും വേദയും ഹരിയും മിഴിയും പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. വേദ തിരിഞ്ഞവനെ നോക്കിയതും അർജുൻ അകത്തു നിന്നും ലാപ്പ് കൊണ്ടുകൊടുത്തു. ഇതുവരെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറേഞ്ച് ചെയ്തു വെക്ക്, എനിക്ക് ചെക്ക് ചെയ്യണം, അർജുൻ ഗൗരവത്തോടെ വന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ലാപ്പ് നീട്ടി. ഹരി കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെ വേദയെന്ന് നോക്കിക്കൊണ്ട് അർജുനെ കണ്ണു ചുരുക്കി നോക്കി. അവന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ലെന്ന് കണ്ട് ഹരി വേദയെ നോക്കി. അവളുടെ മുഖത്ത് ഒരു ചിരി മിന്നിയോ എന്ന് തോന്നി ഹരിക്ക്. വേദ ഹരിയുടെ കയ്യിൽ നിന്നും പിടിവിട്ട് ആ ലാപ്പ് വാങ്ങി. ചെല്ല്, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ വന്നേക്കാം, അർജുൻ പറഞ്ഞതും ഹരി അവനെ നോക്കി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് മിഴിയെ കൂട്ടി നടന്നു. അവർ അവരുടെ മുന്നിൽ നിന്നും മറഞ്ഞു എന്ന് കണ്ടതും യാദവ് അർജുനെ ഒന്ന് നോക്കി. ഞാൻ പോയിട്ട് വരാം, യാദവ് പറഞ്ഞുകൊണ്ട് അർജുനെ ഒന്ന് നോക്കി ആ ഹോട്ടലിന്റെ ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നു. അർജുൻ വേദയെ ഒന്ന് നോക്കി റൂമിലേക്ക് കയറിപ്പോയതും വേദയും അകത്ത് കയറി ഡോറടിച്ച് ലാപ്പായി സോഫയിലിരുന്നു. അർജുൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു കഴിഞ്ഞു. വേദ ലാപ്പുമായി അവനുള്ള റൂമിലേക്ക് ചെന്നു. റൂമിൽ അവനെ കാണാതെ വേദ അകത്തേക്ക് കയറി. ലാപ്പ് ടേബിളിൽ വെച്ച് അവൾ റൂം ഒന്നാകെ കണ്ണോടിച്ചു. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട്
വേദയ്ക്ക് അവൻ കുളിക്കുകയാണെന്ന് മനസ്സിലാക്കി പുറത്തേക്ക് തന്നെ ഇറങ്ങി. പിന്നെ എന്തോ ഓർത്ത പോലെ അവൾ അകത്തേക്ക് തന്നെ ചെന്ന് ബാത്റൂം ഡോറിലൊന്ന് തട്ടി. അകത്തേക്ക് കേട്ടില്ലെന്ന് കരുതി വീണ്ടും ഡോറിൽ കൈവച്ചതു. ഡോർ തുറന്നു വന്നതും ഒന്നിച്ചായിരുന്നു. മുന്നിലേക്ക് വീഴാൻ പോയ അവളെ അർജുൻ പിടിച്ചു നിർത്തി. വേദ പിടച്ചിലോടെ അവനെ നോക്കി. അർജുൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ അവളെ നേരെ നിർത്തി അകത്തേക്ക് കയറി. ഡ്രസ്സ് ചെയ്യാനായി അവന്റെ ബാഗിൽ നിന്നും ഡ്രസ്സ് എടുത്തു. വേദ അപ്പോഴും അങ്ങനെ തന്നെ അവനെ നോക്കി നിന്നുപോയി. അർജുൻ പക്ഷെ അവൾ എന്നൊരാൾ അവിടെ ഇല്ലെന്ന പോലെയായിരുന്നു. ഡ്രസ് ചെയ്തതും മുടി ഒതുക്കി വെച്ചതുമില്ല. വേദയ്ക്ക് അവന്റെ ആ പ്രവൃത്തി സങ്കടം വന്നു. വേദ ഒരു സൈഡിൽ കൂടി പുറത്തേക്ക് നടന്നതു. അർജുൻ അവളെ പിടിച്ച് ചുവരോട് ചേർത്ത് നിർത്തി. അവൾക്കടുത്തേക്ക് ചാഞ്ഞു നിന്നു. വേദയുടെ കണ്ണു നിറഞ്ഞു. അവൾ വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി. ഡോൺ ക്രൈ വേദ, അർജുൻ പറഞ്ഞത് ചുണ്ടു കൂട്ടിപ്പിടിച്ച് കരച്ചിലടക്കിക്കൊണ്ട് അവൾ മുഖം കുനിച്ചു. അർജുൻ അവളെ നോക്കി നിന്നതല്ലാതെ അവളെ തൊടുകയോ അവളിൽ നിന്ന് അകലുകയോ ചെയ്തില്ല. പരസ്പരം മുഖത്ത് നിശ്വാസം പടർന്നിട്ടും അവളുടെ അടക്കിപ്പിടിച്ച കണ്ണുനീരിന്റെ ബാക്കി അവളുടെ കവിളിൽ പതിഞ്ഞിട്ട് വേദ അവനെ നോക്കിയതില്ല. അർജുൻ അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റിയതുമില്ല. കുറച്ചു നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയതും അർജുൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്നു പുറത്തേക്കിറങ്ങി ബാൽക്കണിയിൽ ചെന്ന് നിന്നു. അതിനു തൊട്ടുപുറകെ വേദയുടെ സാമീപ്യം അവൻ അറിഞ്ഞു. എന്താണ് നിനക്ക് പറയാനുള്ളത് വേദ? അർജുൻ അങ്ങനെ നിന്നുകൊണ്ട് ചോദിച്ചു. കാരണം അവൻ അറിയാമായിരുന്നു അവൻ തിരിഞ്ഞു നോക്കിയാൽ അവൾ മിണ്ടില്ലെന്ന്. ദേവേട്ട, അത് പിന്നെ ഇനി വേദ പറയാൻ മടിച്ച് സാരിയിൽ തോർത്തു പിടിച്ചു നിന്നു. അർജുന് കാര്യം മനസ്സിലായി. പക്ഷെ അവൻ അങ്ങനെ തന്നെ നിന്നതല്ലാതെ മിണ്ടിയില്ല. വേദ, നിന്റെ അച്ഛനും അമ്മയും നിന്റെ കൺമുമ്പിലല്ലേ വെന്ത് വെണ്ണീറായത്? അർജുന്റെ ചോദ്യം കേട്ടതും വേദ ഒന്ന് പിടഞ്ഞു. അത് നിന്നെ രക്ഷിച്ചിട്ട് നിന്റെ അച്ഛനും അമ്മയും വേറെ വഴിയില്ലാതെ സ്വയം ചെയ്തതാണെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അവന്റെ അടുത്ത ചോദ്യം വന്നതും വേദ പിന്നിലേക്കൊന്ന് വേച്ചുപോയി. അവർ നിന്നെ പറഞ്ഞു വിടുമ്പോൾ അവസാനമായി എന്താണ് വേദ പറഞ്ഞത്? അർജുൻ ചോദിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. വേദ പിന്നിലെ ചുവരിലിടിച്ചു നിന്നുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ച് അവളുടെ ഉള്ളിൽ ആ കരി പിടിച്ച ദിവസം ഓർമ്മ വന്നു. എന്റെ മോൾ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടും, അപ്പൊ എല്ലാം ശരിയാക്കാം. പൊക്കോ എന്റെ മോള് പൊക്കോ. ലക്ഷ്മണന്റെ ആ വാക്കുകൾ ഇന്നും എന്ന പോലെ അവളുടെ കാതിൽ മുഴങ്ങിക്കേട്ടു. വേദ കൈ രണ്ടും കൊണ്ട് ചെവി പൊത്തിപ്പിടിച്ചു. നിന്നെ രക്ഷിച്ചപ്പോ അവർ മുന്നിൽ മരണമാണോ വേദ പരിഹാരമായി കണ്ടത്? അർജുന്റെ ചോദ്യം കൂടിയായപ്പോൾ വേദ ചെവി പൊത്തിപ്പിടിച്ച് അലറി വിളിച്ചു. ഒരുപാട് നേരം കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്ക് ഊർന്നിരുന്നതും അവൾക്കടുത്തായി അവൻ ചെന്ന് മുട്ടിൽ. അല്ല, അവർ മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, അതിന് ശ്രമിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെ നിന്റെ അപ്പനും അമ്മയും മരിച്ചൊന്നും നിനക്കറിയൂ? നിന്നെ നോക്കുന്ന ഹരിയുടെ കണ്ണിൽ സ്നേഹത്തിനപ്പുറം എങ്ങനെ സഹതാപവും കുറ്റബോധം നിറയുന്നു എന്ന് നിനക്കറിയോ? നിന്നോട് ഞാൻ ചെയ്ത തെറ്റല്ലാതെ നിന്നെ അവൻ എന്തിനു ചേർത്ത് പിടിക്കുന്നു എന്നറിയോ നിനക്ക്? അർജുൻ അവളുടെ ചുവന്ന വിങ്ങിയ കണ്ണിലുറ്റു നോക്കി. ഉള്ളുപിടയുമ്പോഴും ഇനിയും അറിയാൻ ബാക്കി ഒന്നും ഉണ്ടാവരുതെന്ന് അർജുൻ തീരുമാനിച്ചിരുന്നു. അവരെ കൊന്നതാണ് വേദ. അയാൾ വേണു അയാളുടെ കൈകൊണ്ട് കൊന്നതാണ്. നിന്നെ കൂട്ടാൻ ഹരി വരുമെന്നറിഞ്ഞപ്പോ എന്റെ അച്ഛൻ നിന്റെ അപ്പയിൽ നിന്ന് സത്യങ്ങളെല്ലാം അറിയുമെന്ന് കണ്ടപ്പോ ചെയ്തതാണല്ല. ഹരിക്ക് കുറ്റബോധം തോന്നിയത് എന്തിനെന്നറിയോ? അവൻ അച്ഛനെയും അമ്മയെയും കൂട്ടി നിന്റെ അടുത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആ രാത്രി അങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. അവൻ കാരണമാണ് നീ അനാഥയായതെന്ന ചിന്തയാണ് ഹരിക്കുള്ളത്. പിന്നെ അവന്റെ അച്ഛൻ തന്നെ അതിന് കാരണക്കാരനായി എന്നുള്ള വേദനയും. നീ ഇനി പറ, വെറുതെ വിടണോ ആ നായിന്റെ മക്കളെ? ഞാൻ പറയേ, അയാൾ ഒറ്റൊരാള് കാരണം ആ രാത്രിയിൽ നഷ്ടങ്ങൾ നിനക്കും എനിക്കും മാത്രമായിരുന്നു. വെറുതെ വിടണോ ഞാൻ? പറ്റില്ല, നീ ക്ഷമിച്ചാലും വിടില്ല ഞാൻ, അർജുൻ പറഞ്ഞുകൊണ്ട് അവളുടെ കുനിഞ്ഞ മുഖത്ത് കൈയമർത്തി ഉയർത്തിപ്പിടിച്ചു. വേദ വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി. കരയരുത്, ഇനി ഈ കണ്ണുനീർ അഗ്നിയാവുകയാണ് വേണ്ടത്. നിനക്ക് വന്ന നഷ്ടങ്ങൾ ചെറുതല്ല, അതിന് ഉറപ്പായും പകരം ചോദിക്കുക തന്നെ വേണം, അർജുൻ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നിർത്തി. വേദ പാടിത്തളർന്ന് അവനെ നോക്കി. അർജുൻ ആ നോട്ടത്തിൽ ആ കണ്ണിലെ വേദനയിൽ തന്നെ നോക്കിപ്പോയി. വേദ അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ ചാരി കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. അർജുന്റെ കൈകളും അവളെ ചേർത്ത് പിടിച്ചു. ദേവേട്ട, എനിക്കറിയില്ലായിരുന്നു. എന്റെ അപ്പ, അമ്മ, അച്ഛനും വേദു അമ്മയും എനിക്കറിയില്ല. എന്തിനാണ് എന്നോട് ഇങ്ങനെ? ആർക്കും ഒരു ഉപദ്രവവും ഞാൻ ചെയ്തിട്ടില്ല ദേവേട്ട. ആരും വേദനിക്കരുതെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോഴും സ്ത്രീക്കും ദേവേട്ടനും എന്തെങ്കിലും സംഭവിച്ചാൽ മിഴി എനിക്ക് ആരുമില്ല. പേടിച്ചിട്ട് എന്നോട് ദേഷ്യവും തോന്നല്. വെറുക്കല്ലേ എന്നെ. ഇനി ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ തടയില്ല. ഞാൻ കൂടെ നിന്നോളാം, അനുസരിച്ചോളാം. വേദപദം പറഞ്ഞ് വീണ്ടും കരഞ്ഞു. അവളുടെ കണ്ണുനീർ അവന്റെ നെഞ്ചിൽ വീണു നനഞ്ഞു. കൊന്നേക്ക് ദേവേട്ട. നമ്മൾ വേദനിച്ചതിന്റെ ഇരട്ടി എന്റെ അപ്പയും അമ്മയും
അച്ഛനും അമ്മയൊക്കെ കരഞ്ഞതിന്റെ ഇരട്ടി വേദനിപ്പിച്ചു കൊന്നേക്ക്. എന്റെ ശ്രീ ഉരുകിക്കഴിഞ്ഞതിന്റെ വേദന അറിയിച്ചു കൊന്നേക്ക്. ഇനി വേണ്ട, അയാളിനി വേണ്ട. വേദ പുലമ്പിക്കൊണ്ട് അവനിൽ ചേർന്ന് നിന്നു. അർജുൻ അവളെ ഇരുകൈ കൊണ്ട് മുറുക്കെ പിടിച്ച് ചുവരിൽ ചാരി നിന്നു. വേദ. അർജുന്റെ അത്രയും പതിഞ്ഞ നേർമയായ ശബ്ദം അവളിൽ പതിഞ്ഞു. വേദ കണ്ണു തുറന്ന് അവനെ മുഖമുയർത്തി നോക്കി. ഭയം, ഭയമാണ് വേദ നമ്മെ നശിപ്പിക്കുന്നത്. ആ ഭയത്തിന്റെ പുറത്ത് എന്തു ചെയ്താലും ആ പ്രവൃത്തി ലക്ഷ്യം കാണില്ല. നിനക്കൊപ്പം ഞാനുണ്ട്. അർജുൻ ദേവിന്റെ പാതിയാണ് നീ. ഭയക്കരുത്, അർജുൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റി അമർത്തി ചുണ്ടു ചേർത്തു. വേദ കണ്ണുകളടച്ച് അത് സ്വീകരിച്ചു. പതിയെ അവളുടെ നെറ്റിയിൽ നിന്നും ആ വിങ്ങിച്ചു വന്ന കണ്ണിലേക്കും അവളുടെ ചുവന്ന കവളിലേക്കും അവന്റെ ചുണ്ടിഴഞ്ഞു നീങ്ങി. ദേവേട്ടാ, വേദ പതിയെ വിറയലോടി വിളിച്ചത്. അർജുൻ അവളുടെ മുഖത്തേക്ക് നോക്കി. വേദ കണ്ണു തുറന്ന് അവനെ നോക്കിയ നിമിഷം അർജുൻ അവളുടെ ചുണ്ടിൽ അവന്റെ ചുണ്ട് അമർത്തി വെച്ചു. ഇങ്ങനെയൊന്നും അവനിൽ നിന്നും പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ വേദ അവന്റെ നെഞ്ചിൽ കൈ ചുരുട്ടിപ്പിടിച്ച് ചേർന്ന് നിന്നു. പതിയെ അവളെ ഒട്ടും വേദനിപ്പിക്കാതെ നേർമയായി അവന്റെ പ്രണയം നിറച്ചുകൊണ്ട് അവൻ അവളെ ചുംബിച്ചു. അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ ആ കുഞ്ഞു പുഞ്ചിരി അവന്റെ നെഞ്ചിലറിഞ്ഞ് അവളുടെ മിടുപ്പും മതിയായിരുന്നു. അർജുന് വേദയുടെ ഉള്ള ഇപ്പൊ ശാന്തമാണെന്ന് മനസ്സിലാക്കാൻ അവളെ മുഴുവനായി തന്റെ ശരീരത്തിലേക്ക് ചേർത്തു ഇടുപ്പിൽ വരിഞ്ഞു മുറുക്കി പിടിച്ചു ചുംബിക്കുമ്പോൾ അവളെ ഇനി ഒന്നിനും വേദനിപ്പിക്കില്ലെന്നും ഒന്നിനും വിട്ടുകൊടുക്കില്ലെന്നും അവൻ മനസ്സിലുറപ്പിച്ചു. ദീർഘമായ ചുംബനത്തിനു ശേഷം തളർന്ന നെഞ്ചിൽ ചേർന്നവളെ ചേർത്ത് പിടിച്ചവൻ കണ്ണൊന്നടച്ചു തുറന്നു. വേദ, വിൽ യു മാരി മീ? അർജുന്റെ ആ ചോദ്യത്തിൽ വേദ കണ്ണു വീഴ്ച അവനിൽ നിന്നും അകന്ന് അവനെ നോക്കി. സേസ്വർണു. ആദ്യമായി അവനിൽ തെളിഞ്ഞു വന്ന കള്ളച്ചിരിയും കുസൃതിയും വേദ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഇനി 2 ദിവസം അർജുൻ ദേവിന്റെ പാതിയാകാൻ വേദാലക്ഷ്മി തയ്യാറായിക്കും. അർജുൻ അതേ ചിരിയോടെ പറഞ്ഞുകൊണ്ട് തന്നിൽ നിന്നും അകന്നു വീഴ്ച നോക്കി നിൽക്കുന്നവളെ വീണ്ടും തന്നിലേക്ക് തന്നെ വലിച്ചു ചേർത്ത് ആ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു വെച്ചു. സ്വപ്നമോ വെറും വാക്കോ പറഞ്ഞതല്ല. 2 ദിവസം കഴിഞ്ഞ് എന്റെ താലി നിന്റെ കഴുത്തിലുണ്ടാവും, അർജുൻ പറഞ്ഞത്. വേദ കാലിലൊന്നുയർന്നു അവന്റെ കഴുത്തിൽ കൂടി ചുറ്റിപ്പിടിച്ച് മുഖം അവന്റെ കഴുത്തിടുക്കിൽ വെച്ചു കിടന്നു. അർജുനും അവളെ വരിഞ്ഞു മുറുക്കി വാതിലിന് മറവിൽ നിൽക്കുന്നവരെ ഒന്ന് നോക്കി. ഹരിയും മിഴിയെ ചേർത്ത് പിടിച്ച് നിറഞ്ഞ കണ്ണുകളോട് അവരെ നോക്കി നിന്നു. മാണിക്കോത്ത് തറവാട്ടിൽ അലങ്കാരപ്പണികളും പുറംപണികളും ചെയ്യാൻ രാവിലെ മുതൽ ആൾക്കാർ വരുന്നതും പോകുന്നതും നോക്കി തന്റെ ചെറിയ വീട്ടിൽ നിൽക്കുവാൻ രാജശേഖരൻ. അവിടെ എന്താച്ചാ? ഗായത്രി പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. നിന്നെ പോലെയല്ലേ ഞാനിവിടെ നിൽക്കുന്നത്, പിന്നെ എനിക്കെങ്ങനെ അറിയാനാ? രാജശേഖരൻ അമർഷത്തോടെ പറഞ്ഞു. അച്ഛൻ എന്താ അറിയാത്തെ? ഏതു നേരവും ആഹാരം കഴിച്ച് ഒരേ ഇരിപ്പിരിപ്പല്ലേ. അപ്പോ ഇതൊക്കെ പോയി തിരക്കാം. മാസം 1 അവൾമാരെ എവിടെയൊന്നൊന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്. കണ്ടുപിടിക്കുന്നത് പോയിട്ട് അതിനുവേണ്ടി ഒന്ന് ഇറങ്ങുന്നത് പോലും ഇല്ല. എങ്ങനെ ഇറങ്ങും? സമയാസമയം ആഹാരം കിട്ടുന്നുണ്ടല്ലോ, ഗായത്രി ഈർഷ്യയോടെ പറഞ്ഞതു. രാജശേഖരൻ ദേഷ്യത്തിൽ അവളെ നോക്കി. ഇപ്പോ അല്ലേ നീ ജോലിക്ക് പോയി തുടങ്ങുന്നത്, അതും 2 മാസം. ഈ 2 മാസം ജോലി ചെയ്തതിനല്ലേ നീ ഈ ആഹാരത്തിന്റെ കണക്ക് പറഞ്ഞേ? എന്നാ ഞാൻ അങ്ങോട്ടും പറയട്ടെ കണക്ക്. നീ ജനിച്ചത് തൊട്ട് ഈ കഴിഞ്ഞ മാസം മുമ്പ് വരെയുള്ള കണക്ക് ഞാനും പറയാം. മോൾ എന്നെ കൊണ്ട് അത് പറയിപ്പിക്കരുത്, പിന്നെ പകരം ഇങ്ങോട്ട് തരേണ്ടി വരും നീ. രാജശേഖരൻ വിട്ടുകൊടുത്തില്ല. ഗായത്രി അയാളെ തുറിച്ചു നോക്കി. നോക്കണ്ട, നിങ്ങളുടെ അർജുന്റെ കമ്പനി നിൽക്കാൻ പറഞ്ഞതല്ലേ ഞാൻ. നിനക്ക് വയ്യെന്നും പറഞ്ഞു നിൽക്കുന്നതിന് ഞാൻ എന്ത് ചെയ്ത്? പിന്നെ പെണ്ണും പിള്ളേരുടെ കാര്യം എത്ര നാൾ ഒളിച്ചിരിക്കും? എന്തെങ്കിലും ഒരിക്കലും പുറത്തു വരും. അന്നിപ്പൊ പാളിയതുപോലെ അല്ല, എന്റെ കൈ കൊണ്ട് തീർക്കും ഞാൻ 2-നെ, രാജശേഖരൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കണ്ണുപായിച്ചു. അങ്ങനെ ഇരുന്നോ, ഇനി അവളുമാര് വരുമ്പോ അവനും ഉണ്ടാവും കൂടെ. അപ്പൊ കാണാം ആർക്കാണ് അവരുടെ കൈ കൊണ്ട് മരണമെന്ന്. പിന്നെ എന്നെ അവളുടെ ആ കാവൽ പട്ടികളെ കൊണ്ട് കെട്ടിയിട്ട് തല്ലിച്ച അവൾക്ക് മുന്നിൽ ഞാൻ ഇനിയും പോകണോ? പറ്റില്ല. ഇനി ഞാൻ അവിടെ കയറുന്നുണ്ടെങ്കിൽ അതാ വേദയുടെ അവസാനം നേരി കണ്ടിട്ടേ കയറും, ഗായത്രി അമർഷത്തോടെ പറഞ്ഞത്. വേണു പുറത്തേക്ക് വന്നു. ഈ കഴിഞ്ഞ 1 മാസം കൊണ്ട് അവിടെ അങ്ങനെയാണ്. വേദ തല്ലിയ ദേഷ്യത്തിൽ പിറ്റേന്ന് തന്നെ ഗായത്രി റിസൈൻ ചെയ്തു. ഇപ്പൊ അവളുടെ ഓരോ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും കടം വാങ്ങി കയ്യിലുണ്ടായിരുന്ന ഗോൾഡൊക്കെ വിറ്റുമാണ് എല്ലാവരും കഴിയുന്നത്. എന്നിട്ട് അഹങ്കാരത്തിനൊരു കുറവും അച്ഛനും മുഴുക്കില്ല. പോരാത്തതിന് നേരിട്ട് തന്നെ വാക്കുതർക്കവും ഉണ്ടാവും. അവിടെ എന്താ? അർജുനും ഹരിയും 6 മാസമാവില്ലേ തിരികെ വരാൻ. അപ്പൊ അവിടെ ആരാ? ഇനി ആ വീട് കൊടുത്തോ? വേണു സംശയത്തോടെ ചോദിച്ചപ്പോഴാണ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ശേഖരൻ ചിന്തിച്ചത്. കൊടുക്കാനോ? ആർക്ക്? അങ്ങനെയൊന്നും കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ രജിസ്ട്രേഷൻ നടത്താൻ അവന്മാർ ഇവിടെ വേണ്ടേ? ശേഖരൻ ചോദിച്ചു.
അർജുൻ സ്ഥിരം ഇവിടെ ഇല്ലാഞ്ഞിട്ട് ഹരി വീൽ ചെയറിലായിട്ടും നമ്മളിപ്പോ ഈ ചെറിയ വീട്ടിലെത്തിയില്ലേ, അപ്പോഴാണ് രജിസ്ട്രേഷൻ. വേണു പുച്ഛത്തോടെ പറഞ്ഞത്. ശേഖരൻ മറുപടി ഇല്ലാതെ നിന്നുപോയി. ഇങ്ങനെ ചിന്തിച്ചു നിൽക്കാതെ അവിടെ നിൽക്കുന്ന ആരോടെങ്കിലും പോയി ചോദിക്കി എന്താണ് ആരെന്നൊക്കെ. ഗായത്രി ശേഖരന്റെ കയ്യിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അയാൾ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവിടെ നിന്ന് മാണിക്കോത്ത് തറവാട്ടിന്റെ മുറ്റത്തേക്ക് പോയി. അവിടെ നിൽക്കുന്ന ജോലിക്കാരിൽ ഒരാളോട് സംസാരിച്ചുകൊണ്ട് ശേഖരൻ തിരികെ വന്നു. എന്തായി, അവരെന്താ പറഞ്ഞേ? ഗായത്രി അയാളോട് ചോദിച്ചു. ഒരാളെ വിളിച്ചിട്ട് ഈ അഡ്രസ്സ് തന്നു. ഇവിടെയെല്ലാം വൃത്തിയാക്കി ഒരുക്കാൻ ഏൽപ്പിച്ചു. അപ്പൊ തന്നെ ക്യാഷ് അക്കൗണ്ടിൽ ഇട്ടു കൊടുത്തു. അങ്ങനെ പണിക്ക് വന്നതാണ് അവര്. ശേഖരൻ അവിടെ നിന്നറിഞ്ഞ കാര്യം അവരോട് കൂടി പറഞ്ഞു. അതാരാ? ഇനി അർജുനാണോ? ഗായത്രി ചോദിച്ചുകൊണ്ട് ആലോചിച്ചു. ആർക്കറിയാം അർജുനാണോ ഭീമനാണോ എന്ന്. 2 ദിവസം കഴിഞ്ഞാൽ അറിയാല്ല, രാജശേഖരൻ അവളോട് പറഞ്ഞത്. രണ്ടുപേരും അയാളെ നെറ്റിച്ചുളിച്ചു നോക്കി. 2 ദിവസം കൊണ്ട് തീർക്കാനാണ് ആ വിളിച്ചയാൾ പറഞ്ഞതെന്ന് ശേഖരൻ അവരുടെ നോട്ടത്തിന് അർത്ഥമെന്ന പോലെ പറഞ്ഞു. 2 ദിവസം കഴിയാൻ കാത്തു നിൽക്കാനാണോ പ്ലാൻ? അവൻ നാട്ടിലെത്തും മുന്നേ അവരെ കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരുത്തിയെങ്കിലും കൈ കിട്ടണം. ശേഖര, നിങ്ങളുടെ ആളുകളെ വിളി, ഒന്നുകൂടെ എല്ലായിടത്തും അന്വേഷിക്കാൻ പറയും. വേണു എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. മൂളിക്കൊണ്ട് ശേഖരൻ അകത്തേക്ക് കയറിപ്പോയി. ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ? അർജുന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന വേദയെ കണ്ട് കുറുമ്പോടെ ഹരി വിളിച്ചു ചോദിച്ചു. അവന്റെ ശബ്ദം കേട്ടത് വേദ പിടഞ്ഞു മാറി അർജുനെ നോക്കാതെ മുഖം കുനിച്ചു. നാണമാണോ എന്റെ ലച്ചുവിന്? ഹരിവേദയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആവും ഹരിയേട്ടാ, ഇനി കല്യാണ പെണ്ണല്ലേ? മിഴിയും അവനോടൊപ്പം കൂടിയതും വേദ രണ്ടിനെയും കണ്ണുരുട്ടി നോക്കി. നോക്ക് അതേട്ടാ, കല്യാണം ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ. അതിനു മുമ്പ് കുറച്ച് പരിപാടിയുണ്ട്, ഹരി പറഞ്ഞത്. വേദയും അർജുൻ അവനെ നെറ്റിച്ചുളിച്ചു നോക്കി. എന്ത്? അർജുൻ മുഖത്ത് ഗൗരവം നിറച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ ഉണ്ട്, നിങ്ങളിപ്പോ പോയി കഴിച്ചിട്ട് വാ. ഞാനീ തലതെറിച്ചോളയും കൊണ്ടേ ഒരിടം വരെ പോകുക. ഹരി മിഴിയുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു. എവിടേക്ക്? അർജുന്റെ സ്വരം കടുത്തു. ഈ ഹോട്ടൽ വിട്ട് ഒരിടത്തും പോകില്ലേട്ടാ. പിന്നെ യാദവേട്ടനെ വിളിച്ചിട്ടുണ്ട്, ഏട്ടനൊന്ന് സമാധാനിക്കും. ഇവിടെ നമുക്ക് എന്ത് പറ്റാനാ? ഹരി അർജുനോട് പറഞ്ഞു. അവൻ പറഞ്ഞത് നീരസം തോന്നിയെങ്കിലും യാദവ് കൂടെ ഉള്ളതുകൊണ്ട് അർജുൻ സമ്മതിച്ചു. അവന്റെ സമ്മതം കിട്ടിയത് ഹരി അർജുനെയും വേദയും കുന്തിത്തള്ളി കഴിക്കാൻ പറഞ്ഞു വിട്ടു. എന്താ ഹരിയേട്ട പ്ലാൻ? 2 ദിവസമല്ലേ ഉള്ളൂ? മിഴി അവർ പോയി കഴിഞ്ഞതും അവനോട് ചോദിച്ചു. 2 ദിവസം ധാരാളം. നാളെ മോർണിംഗ് ഈ ഹോട്ടൽ ഉണരുന്നത് എന്റെ ലച്ചുവിന്റെ ഹൽദി ആഘോഷത്തിന് വേണ്ടിയാണ്. വൈകിട്ട് മെഹന്തി, മറ്റന്നാൾ റിസപ്ഷൻ പാർട്ടി, പിന്നെ കല്യാണം കഴിഞ്ഞ് നേരെ മാണിക്കോത്ത് തറവാട്ടിലേക്ക് ഗൃഹപ്രവേശനം. ഹരി പറഞ്ഞത് മിഴിയുടെ കണ്ണുകൾ വിടർന്നു. തിരിച്ചോണ്ട് നിൽക്കാതെ ഞാൻ പറയുന്നതൊക്കെ ചെയ്യുവെണ്ണേ. ഹരി കളിയോടെ മിഴിയുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു. ഹരിയേട്ടാ, മിഴി ചിണുങ്ങിക്കൊണ്ട് വിളിച്ചത്. ഹരി അവളുടെ ഉണ്ടക്കവളെ അമർത്തി ചുംബിച്ചു. നീ നമ്മുടെ ഗാർഡ്സിനെ എല്ലാം വിളിക്കും. അവരോട് താഴെ ഗാർഡനിൽ വരാൻ പറയും. ഞാൻ യാദവേട്ടനെയും വിളിക്കട്ടെ, ഇല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. ഹരി പറഞ്ഞത്. മിഴി ഫോണെടുത്ത് ജഗനെയും ബാക്കിയുള്ളവരോടുമെല്ലാം ഹോട്ടലിൽ വരാൻ പറഞ്ഞു. ഹരി അപ്പോഴേക്കും യാദവനെ വിളിച്ചു. അവരുടെ പ്ലാനെല്ലാം കേട്ട് യാദവും ഒക്കെ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ഹരി പറയുന്നതിനനുസരിച്ച് എല്ലാം തകൃതിയായി നടന്നു. തുടരും. കൂടുതൽ സ്റ്റോറീസ് നിങ്ങളിലേക്ക് എത്താനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക.